റസ്മിൻ എങ്ങനെയാണ് ഔട്ടായത്, എന്ത് മെത്തേഡാണ്, എന്ത് ടാസ്ക് ആണ്, എന്തൊക്കെയാണ് ഇന്നും നാളെയും നമ്മൾ ടി വിയിൽ കാണാൻ പോകുന്നത്. ഇന്നും നാളെയും വീക്കെൻഡ് ആണ്, ഇന്ന് ഡ്രൈ ഡേ ആണ്, നാളെയാണ് അവർക്ക് അവിടെ വർക്കിംഗ് ഡേ വരുന്നത്, മറ്റന്നാളാണ് നമ്മളത് ലൈവായിട്ട് കാണാൻ പോകുന്നത്. ഇന്നും നാളെ ഇന്ന് ലൈവ് കാണത്തില്ല, നാളെ ലൈവിൽ ഇന്നത്തെ ഡ്രൈ ഡേ കാണിക്കും, മറ്റന്നാളായിരിക്കും വീണ്ടും ഓൺ ആവുന്നത്. സംഭവം സൂപ്പറായിട്ട് ഓൺ ആവുന്നത് മറ്റന്നാളായിരിക്കും. എന്തൊക്കെയാണ് ഇന്നും നാളെ നടക്കുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പറയാം. എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട്, എന്താണ് നടന്നതെന്നുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതിനുശേഷം റസ്മിൻ ഔട്ടായ ടാസ്ക് വരെ ഞാൻ പറഞ്ഞുതരാം. രാവിലെ ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ്റെ സെൽഫ് ഇൻട്രോ ഇന്ന് നമ്മൾ ടി വിയിൽ കാണുന്നതാണ്. അതിനുശേഷം രഞ്ജിനി വരുന്നു, രഞ്ജിനിയും ലാലേട്ടനും കൂടി സംസാരിക്കുന്നു. രഞ്ജിനി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിജയ് യേശുദാസിനെ വിളിക്കുകയാണ്. വിജയ് യേശുദാസിൻ്റെ കുറച്ച് ട്രൈബ്യൂട്ട് സോങ്സ്, പിന്നെ വിജയ് യേശുദാസ് രഞ്ജിനി ലാലേട്ടനുമായിട്ടുള്ള സംസാരം, പിന്നീട് വീണ്ടും സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിലെ നമ്മുടെ കിഷൻ സാർ, എല്ലാവർക്കും അറിയാമായിരിക്കും കിഷൻ സാറ്, പിന്നെ വേറൊരു സാർ, ആ രണ്ട് സാറിനെയും വിളിക്കുന്നു. അതിനുശേഷമാണ് പൊന്നാടയും മാലയും അണിയിക്കുന്നത്. പിന്നീട് ബർത്ത്ഡേ സോങ് കേൾക്കുന്നു. അപ്പം മുകളിൽ നിന്നും ഇങ്ങനെ പൂ, ലാലേട്ടൻ്റെ ദേഹത്തേക്ക് പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കേക്ക് മുറി. പിന്നീടാണ് ഹൗസിൽ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ചേരുന്നത്. സ്ക്രീനിൽ വിജയ് യേശുദാസ് ഉള്ളിൽ പോയി പാട്ട് പാടുന്നു എന്നാണ് എനിക്ക് കിട്ടിയ സ്ക്രിപ്റ്റ്. നമുക്ക് നോക്കാം ഉള്ളിൽ പോയി പാട്ട് പാടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ കുറച്ച് ഡാൻസ്. ഓരോരുത്തരും വീട്ടിലെ കണ്ടസ്റ്റൻസ് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ ഫിലിം റിവ്യൂ പറയുകയാണ്. അഭിഷേക് രാവണപ്രഭു, ജിൻഡോ ആറാം തമ്പുരാൻ, അൻസിബ തൂവാനത്തുമ്പികൾ, ഋഷി അക്കരെ അക്കരെ, സായി സമ്മറിൻ ബദ്ലഹേം, നോറ നേര്, ജാസ്മിൻ യോധ, അർജുൻ തന്മാത്ര, ശ്രീതു നേര് ആൻഡ് ജില്ല, സിജോ ലൂസിഫർ, റസ്മിൻ എന്താണോ ഇതിനകത്ത് എഴുതിയിട്ടില്ല, പിന്നെ നന്ദന താളവട്ടം. ഇത്രയും മൂവിയിലാണ് അവർ റിവ്യൂ പറയുന്നത്. പിന്നീട് ലാലേട്ടൻ വീണ്ടും സർപ്രൈസ് കൊടുക്കണം. അതായത് ലാലേട്ടൻ്റെ ഏട്ടൻ ഫോണ്ടില്ലേ, മലയാളം ഫോണ്ട് ലോഞ്ച് ചെയ്തു. മാതൃഭൂമിയുടെ എന്തോ ഓഡിയം ഫിലിം കാർട്ടൂൺ. പിന്നീട് രമേശ് പിഷാരടിക്ക് ഒരു നന്ദി. ഇത് സ്ക്രിപ്റ്റാണ് സംഭവം. വീണ്ടും ഹൗസിലേക്ക് വരുന്നു. ലാലേട്ടൻ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു. എല്ലാവരും ആദ്യം കണ്ടസ്റ്റൻസ് എല്ലാവരും ആദ്യം വീട്ടിൽ വന്നപ്പോൾ ഉള്ള ലാലേട്ടൻ്റെ കൂടെ നിന്ന് എടുത്ത പിക്ക്, ആ പിക്കിൽ ലാലേട്ടൻ്റെ ഒപ്പ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കൊടുക്കുന്നത്. ഇത്രയാണ് ഫസ്റ്റ് ഡേ എപ്പിസോഡ് ഷൂട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം, കൺഫേംഡ് ആയിട്ട് അറിഞ്ഞതാണ്. ഇന്ന് രാത്രി ഇത്രയും സാധനമായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇനി നാളെയാണ് എവിക്ഷൻ വരുന്നത്, പറയാം. അത് ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു. ലാലേട്ടൻ വരുന്നു വീട്ടിലേക്ക്, അതായത് കണ്ടസ്റ്റൻസിനോട് നമ്മുടെ സ്ക്രീനിൽ ഫാമിലി വീക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ഫീലിങ്ങുകൾ പറയുന്നു. ആദ്യം അച്ഛനൊപ്പമുള്ള സീൻസ് കാണിക്കുന്നു, പിന്നീട് അമ്മയുടെ കൂടെ ഉള്ളത് കാണിക്കുന്നു. വാലിഡ് ആയിട്ട് അവിടെ പോയിന്റ് പറഞ്ഞത് നന്ദനയാണ്. പിന്നെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ള ലെവലിൽ സിജോ സായി അച്ഛനോടുള്ള അകൽച്ചയെക്കുറിച്ച് ലാലേട്ടനോട് സംസാരിക്കുന്നു. ലാലേട്ടനും തിരിച്ചു ചോദിക്കുന്നു. അടുത്ത് ബ്രേക്ക് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നു. ജഡ്ജ്മെൻറ്റിനെ കുറിച്ച്, എസ്പെഷ്യലി ജിൻഡോയുടെ തലേണ ജഡ്ജ്മെൻറ്റിൻ്റെ കേസ് എടുത്ത് പറയുന്നു. പിന്നീട് നോറ ഇവിടെ നോറ ഇവിടെ കള്ളം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുകയാണ് നോറ ഇവിടെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കള്ളമാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം അപ്സര ജിൻഡോയോടുള്ള കലിപ്പ് കാണിക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നീട് ഒരു ചെറിയ ഫൺ ടാസ്ക് കൊടുക്കുന്നു. ഫിലിമിൻ്റെ പേര് പറയുന്ന ഒരു ടാസ്ക്കാണ്. ജാസ്മിൻ ടീം നയിക്കുന്നുണ്ട്. അതിനുശേഷം നെസ്റ്റിന് ഒരു ട്രോഫി കൊടുക്കുന്നു. ഹോട്ട്സ്റ്റാർ പോൾ അനുസരിച്ച് നെസ്റ്റ് ടീമിന് ഒരു ട്രോഫി കൊടുക്കുന്നു. അതിനുശേഷമാണ് എവിക്ഷൻ. ചെറിയ ബോളിൽ 9 പേരുടെയും പേരെഴുതിയ കുറേ ബോളുകൾ ഉണ്ടാവും. അത് ഒരു പലകയിൽ ഉള്ള കുഴിയിൽ വെക്കണം. തികയാത്ത ആൾ ഔട്ടാവും. സോ ആദ്യം ശ്രീതു ആൻഡ് അർജുൻ സേവ് ആവും, അവർ സേവ് ആവും. രണ്ടാമത് ജിൻഡോയും അഭിഷേകും സേവ് ആവും. പിന്നീട് ഋഷി, അപ്സര, അൻസിബ സേവ് ആവും. അവസാനം ജാസ്മിനും റസ്മിനും മാത്രം ബാക്കി. റസ്മിൻ എവിക്റ്റ് ആവുന്നു.
ഹൗസ്മേറ്റ്സിനോട് ബായ് പറഞ്ഞ് സ്റ്റേജിൽ വന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അതിനുശേഷം റസ്മിൻ്റെ വീഡിയോ കാണിക്കുന്നു. റസ്മിൻ ബായ് പറഞ്ഞു പോകുന്നു. വീണ്ടും ലാലേട്ടൻ്റെ ഹൗസിലേക്ക് വന്നിട്ട് നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നത്, അതായത് പുതിയ നോമിനേഷൻ അല്ല, സാറ്റർഡേ വീണ്ടും എവിക്ഷൻ നടക്കും, നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇതാണ് ഇന്നും നാളെയും നടക്കുന്നതിൻ്റെ സ്ക്രിപ്റ്റ്. കൺഫേംഡ് ആയിട്ട് അറിഞ്ഞതാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പം അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ സീസൺ 5 സമയത്ത് ഞാൻ ലച്ചു ഗോപിക എവിക്ഷൻ്റെ സമയത്ത് ഇതുപോലെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇന്ന സാധനങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ പോയി കണ്ടപ്പം പറഞ്ഞു ആ ശരിയാണ്, അതാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞെട്ടും സംഭവങ്ങൾ, ഇന്നത്തെ നാളത്തെയും. അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഇന്നത്തെ നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും വീഡിയോയുടെ താഴെ വരണം. കാരണം അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ജെന്യുവിൻ ആണോ. കുറേ പേര് പറയുന്നുണ്ട് കോപ്പി അടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ എന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് ഇതോടുകൂടി മാറി കിട്ടും. ഇതാരും ഇട്ടാത്ത സാധനങ്ങളാണ്, ഒരു മനുഷ്യനും പറയാത്ത സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിക്ഷൻ അപ്ഡേറ്റുകൾ, ഞാൻ അറിയുന്ന അപ്ഡേറ്റുകൾ. ഇനി കുറച്ച് 1-2 അപ്ഡേറ്റ്സ് ഉണ്ട്, ഞാനൊന്ന് തൊട്ട് വയ്ക്കാം. കോർട്ട് ടാസ്ക് പ്രസ് മീറ്റ്, ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. ടോപ്പ് 7 അതിൻ്റെ കാര്യവും ഞാൻ പറയാം. അതവിടെ ഇരുന്നോട്ടെ, ഞാൻ ഒന്നുകൂടി ഒന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ കാര്യം പറയാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.